ഇന്ന് രാവിലെ യൂട്യൂബിൽ ഒരു അഭിമുഖ സംഭാഷണം ശ്രദ്ധിക്കാനിടയായി. പ്രശസ്ത പത്രപ്രവർത്തകരും അതുപോലെ മറുനാടൻ TV ചാനലിൻ്റെ ഉടമയുമായ ശ്രീ സാജൻ സ്കറിയയുടെ ഒരു അഭിമുഖ സംഭാഷണമാണ് ഞാൻ കേൾക്കാനിടയായത്. പക്ഷെ അത് എൻ്റെ ഹൃദയത്തെ വളരെയേറെ സ്പർശിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്ന് വന്ന ആളാണ്. മുൻകാലങ്ങളിൽ വിശ്വാസത്തെയൊക്കെ എതിർത്തിരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്സിസ്റ്റ് വിശ്വാസത്തിലൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തൻ്റെ പത്രപ്രവർത്തനത്തിലൂടെ വിശ്വാസികളെയൊക്കെ അദ്ദേഹം അതിനെതിരെയൊക്കെ സംസാരിക്കുമായിരുന്നു. എന്നാൽ ഈ അടുത്ത സമയങ്ങളിൽ അദ്ദേഹത്തിന് ചില വിഷയങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഈ അമൃതാനന്ദമയ്യെ പോയി കാണണം എന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരോ പറഞ്ഞതനുസരിച്ച് അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തു. അങ്ങനെ അവിടെ പോകാനിടയായി. ഈ പോകാനിടയായ സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം വിവരിച്ചത് വളരെ രസാവഹമാണ്. ഇത് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് അമൃതാനന്ദമയ്യെ കാണണമെന്നൊരു ആഗ്രഹമൊന്നും ആദ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ വിഷയങ്ങളൊക്കെ ഉണ്ടായി, അത് കോംപ്ലിക്കേഷൻ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാരോ അമൃതാനന്ദമയ്യുമായി ചെന്ന് കാണുകയും അതിനുള്ള കാര്യങ്ങളൊക്കെ അവർ ഉപദേശിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞാണ് അദ്ദേഹത്തിന് അമൃതാനന്ദമയ്യെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായതും. എന്നാൽ ഈ അടുത്ത സമയത്ത് 2 ദിവസങ്ങൾക്ക് മുമ്പായിട്ട് കേരള ഗവൺമെൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ തന്നെ അമൃതപുരിയിൽ ഒരു മീറ്റിംഗ്, അതായത് വള്ളിക്കാവിൽ മീറ്റിംഗ് നടക്കുകയും അവിടെ ശ്രീ സാജൻ സ്കറിയയെ ക്ഷണിക്കുകയും അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരോടും ഉദ്യോഗസ്ഥന്മാരോടും അതുപോലൊപ്പം തന്നെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയോടും കൂടെ തന്നെ സ്റ്റേജ് പങ്കിടാനും അമൃതാനന്ദമയ്യയുടെ കൂടെ ഇരിക്കുവാനും ഒക്കെയുള്ള ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ഉണ്ടായി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം മാതാ അമൃതാനന്ദമയ്യെ കുറിച്ച് പറയുന്നത്, അവർക്ക് ജാതിയില്ല, മതമില്ല, ഭേദമില്ല, വർഗവർണ്ണമോ ഒന്നും തന്നില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. സകല മതങ്ങൾ ചിന്തകൾക്കും അതീതമായ ഒരു സ്നേഹമാണ് അമൃതാനന്ദമയിലുള്ളതെന്നാണ് സാജൻ സ്കറിയ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. കാരണം അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ തൊട്ടാണത് പറയുന്നത്. ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് വന്നയാളല്ല. ഞാൻ എൻ്റെ ചെറുപ്പകാലത്തെന്ന് പറഞ്ഞാൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഈ അമൃതാനന്ദ മഠത്തിൽ ഞാൻ പോയിരുന്നു. അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് പോയതല്ല. എൻ്റെ സുഹൃത്തിൻ്റെ ഒരു ജ്യേഷ്ഠനും അവരുടെ ഫാമിലിയായിട്ട് പോയപ്പോൾ എന്നെ കൂടെ കൂട്ടി. അങ്ങനെ ഞാൻ അന്ന്, അതായത് 1985 തോന്നുന്നു, ഞാൻ അമൃതാനന്ദ മഠത്തിൽ പോയി, വള്ളിക്കാവിൽ. അന്നൊന്നും ഇത്രയും വികസനം അവിടെ ഉണ്ടായിട്ടില്ല. അന്ന് അമൃതാനന്ദമയ്യെ കാണണമെന്ന ആഗ്രഹത്തിലൊന്നും അല്ല ഞാൻ പോയത്. അതിനെപ്പറ്റി ആഗ്രഹവും എനിക്കില്ല. പക്ഷേ അവരുടെ കൂടെ പോയി. എൻ്റെ സ്ഥലം കായംകുളമാണ്. അപ്പോൾ അതിനടുത്താണ് ഈ വള്ളിക്കാവ് എന്ന് പറയുന്ന സ്ഥലം. അന്ന് ഞാൻ അവിടെ ചെന്നപ്പോൾ ചെറിയൊരു ഷെഡാണ്, ഓല ഷെഡ് കൊണ്ട് ഒരു 50 പേർക്ക് അല്ലെങ്കിൽ 100 പേർക്ക് 150 പേർക്കൊക്കെ ഇരിക്കാവുന്ന ഒരു ഷെഡ്. അതിലാണ് അമ്മ എവിടെ വന്നിരിക്കുന്നത്, അമൃതാനന്ദമയ്യ എവിടെ ഇരിക്കുന്നതും. അമൃതാനന്ദമയ്യയുടെ കാണാനായിട്ട് ആൾക്കാർ താഴെ തറയിലിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോരുത്തരെ അമൃതാനന്ദമയി ആശ്ലേഷിച്ച് അവർക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചതിന് ശേഷം ഓരോരുത്തരും മുന്നോട്ട് നീങ്ങി. അങ്ങനെയാണ് അന്ന് ദർശനം അവർ കൊടുത്തുകൊണ്ടിരുന്നത്. ഞാനും അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അങ്ങനെ ദർശനത്തിന് പോയില്ല. കാരണം അന്നത്തെ ചിന്താഗതികളൊക്കെ വളരെ ചെറുപ്പത്തിൻ്റെ ചിന്താഗതികളായതുകൊണ്ട് ഞാൻ പോയില്ല. പക്ഷെ അന്ന് അവിടേക്ക് ഞാൻ സന്ദർശിക്കാനിടയായി. എഞ്ചിനീയറിംഗ് പഠിക്കാനായിട്ട് വിദേശത്തു നിന്നുള്ള പല കുട്ടികളും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്വയം സേവകരായിട്ട്, സന്നദ്ധ സേവകരായിട്ടാണ് നടക്കുന്നത്. അവിടെ ഫുഡ് ഉണ്ടായിരുന്നു, ഫ്രീ ആയിട്ട് നമുക്ക് ഫുഡ് കഴിക്കാം. എന്നാൽ പാത്രങ്ങളൊക്കെ കഴുകി അവിടെ തന്നെ വെക്കണം. ഈ പഠിക്കുന്ന കുട്ടികൾ തന്നെ എല്ലാ ജോലികളും അവിടെ ചെയ്യും. അന്ന് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഹോസ്റ്റൽ ഉണ്ടാക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാനവിടെ കയറി. വളരെ ചുരുക്കം പൈസ മുടക്കിയാണ് ഹോസ്റ്റലുകളൊക്കെ അന്ന് ഉണ്ടായിക്കൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ഹോളോ ബ്രിക്സ് കൊണ്ട് കെട്ടിയൊക്കെയാണ് അന്ന് ഉണ്ടാക്കി. ഇന്ന് വളരെ വികസിച്ചു. ജാതിക്കും മതത്തിനും വർഗത്തിനും വർണ്ണത്തിനും ഒക്കെ അതീതമായിട്ട് മനുഷ്യ സ്നേഹം എന്താണെന്ന് അവരിലൂടെ ലോകമറിയുക. ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, ദൈവം സ്നേഹമാണ്. നമ്മൾ കാണുന്ന സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റത്തില്ലെങ്കിൽ കാണാത്ത ദൈവത്തിനെ എങ്ങനെ സ്നേഹിക്കുമെന്നാണ് ബൈബിളിൽ പറയുന്നത്. അത് തന്നെയാണ് എല്ലാ ഗ്രന്ഥങ്ങളിലും പറയുന്നത്. അപ്പം നമുക്ക് പരസ്പരം സ്നേഹിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ദൈവസ്നേഹം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ആ സ്നേഹത്തിനാണ്
മാതാ അമൃതാനന്ദമയ്യയുടെ മുന്നോട്ടുള്ള പോക്ക്. 10ാം ക്ലാസ് വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരു മുക്കുവ സ്ത്രീ ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്നവരായിട്ട് മാറുന്നു, ഐക്യരാഷ്ട്രസഭയിൽ സംസാരിക്കുന്നു മലയാളത്തിൽ. അപ്പൊ ഇതിനൊക്കെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവർ ഉണ്ട്, നമ്മുടെ എല്ലാം ഉള്ളിലുണ്ട്. പക്ഷെ നമ്മളിതൊന്നും അറിയുന്നില്ല. ദൈവിക ശക്തി എന്താണെന്ന് അവരിൽ പ്രകടമാകുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെയാണ്. അപ്പൊ നമ്മുടെ ദേശത്ത് ഒരു സാംസ്കാരിക നായകനോ നായികമാരോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർക്ക് നമ്മളവരെ തിരസ്കരിക്കരുത്. എന്താണ് അവിടെ ഉണ്ടാകുന്നത് നമ്മൾ അറിയണം. കണ്ണുമടച്ച് അവരെ തിരസ്കരിക്കാനിടയിൽ. അതാണ് സാജൻസ്കറിയയും പറയുന്നത്. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വലിയ അനുഭവമായിരുന്നു അത്. ജീവിതത്തിൽ ഇന്നോളം കിട്ടാവുന്നതിൽ കൂടുതൽ ഒരു അനുഭവമാണ് അദ്ദേഹം എന്ന് പറഞ്ഞത്. അന്ന് സന്തോഷവും സ്നേഹവും സമാധാനവും ഒക്കെ അദ്ദേഹത്തിനുണ്ടായി. നാടുകളായിട്ട് ടെൻഷനായിരുന്നു. അപ്പൊ ഇതൊക്കെ എങ്ങനെയാ ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ സ്നേഹത്തിലൂടെയാണ്. നമ്മളൊരാളെ കരുതാൻ ഇടയാകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം വർദ്ധിക്കും, ഈ കരുതൽ കിട്ടുന്ന ആളുടെ ഉള്ളിലും സ്നേഹം വർദ്ധിക്കും. അപ്പൊ സാജൻസ്കറിയ ഞാൻ പറയാൻ കാരണം സാജൻസ്കറിയ പറഞ്ഞതിനകത്ത് ഒരുപാട് സത്യങ്ങളുണ്ട്. ക്രൈസ്തവ മതത്തിന് എതിരായിട്ടല്ല അദ്ദേഹം പോയത്. എല്ലാ മതവിശ്വാസവും അവിടെ ഇരിക്കട്ടെ, പക്ഷെ സ്നേഹത്തിനാണ് അവിടെ പ്രാർത്ഥന ഉണ്ടായത് എന്ന് പള്ളിക്കാവിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. എല്ലാവരും പരസ്പരം സ്നേഹിക്കാനുള്ള ഒരു മാർഗദർശകമായിട്ട് മാതാ അമൃതാനന്ദമയി അവിടെ നിൽക്കുകയാണ്. അപ്പം ആ ജന്മനാളിലാണ് അദ്ദേഹം പോയത്. കേരളത്തിൽ നിന്ന് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, സാംസ്കാരിക നായകന്മാരുണ്ടായിരുന്നു. അങ്ങനെ പല ഉന്നതന്മാരും ഇരുന്ന വേദിയിലാണ് സാജൻസ്കറിയയ്ക്ക് ഇരിക്കാനുള്ള സ്ഥലം കൊടുത്തത്, സ്പെഷ്യൽ ഗസ്റ്റായിട്ട്. സോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ഹൃദയത്തിനെ സ്പർശിച്ചതുകൊണ്ടാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. കാരണം സ്നേഹത്തിനുപരി വേറെ ഒന്നും നമുക്കില്ല. സാമ്പത്തികം സ്നേഹം ഉണ്ടെങ്കിൽ കടന്നു വരും. നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ അത് അവിടെ നിൽക്കട്ടെ. എന്നാൽ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കാൻ നമുക്ക് കഴിയണം, അത് ആരായിരുന്നാലും. സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്കൊരാളിനെ സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവസ്നേഹം വന്നെങ്കിൽ മാത്രമേ നമുക്ക് മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോൾ മാതാമൃതാനന്ദമയുടെ ഉള്ളിൽ ദൈവസ്നേഹം വന്നതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സാജൻസ്കറിയ പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ കൊലപാതകി വന്നാലും അവർ കെട്ടിപ്പിടിക്കും, മദ്യപാനി വന്നാലും കെട്ടിപ്പിടിക്കും. അപ്പൊ അങ്ങനെ യാതൊരു വകഭേദവും അവിടെ ഇല്ല. ആര് വന്നാലും കെട്ടിപ്പിടിച്ച് അവർക്കുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സംസാരിക്കും. ആ സ്നേഹത്തോടു കൂടെ ഒരു വാക്കുമതി ആ ആള് മാനസാന്തരപ്പെടും. സോ ദാറ്റ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെയാണ്. സ്നേഹത്തിന്റെ മുന്നിൽ വേറെ ഒന്നുമില്ല, പകരം വയ്ക്കാൻ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ. ഇന്ന് ലോകത്തില് കുറച്ച് നാളുകളേ ഉള്ളൂ നമുക്ക് ജീവിതം. പക്ഷെ ആ ജീവിതത്തില് പരസ്പരം സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ അതിനപ്പുറം പറ്റുന്നില്ല. സോ ഇന്നത്തെ രാത്രി നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. ആ സാജൻസ്കറിയ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാണ്. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്ത്യ മുഴുവൻ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പത്രപ്രവർത്തകനാണല്ലോ. അദ്ദേഹം തൻ്റെ ഹൃദയത്തിൽ തൊട്ട ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചത്. അപ്പോൾ അത് സത്യമാണ്. നമുക്ക് സ്നേഹിക്കാൻ കഴിയണം. അതുപോലെ സ്നേഹം തുളുമ്പുന്ന ആ സ്ഥലങ്ങളിലെ ഒന്നും ആരും തിരസ്കരിക്കരുത്. അത് ഏത് ജാതി ആയിക്കോട്ടെ, മതമായിക്കോട്ടെ, അത് ദൈവത്തിനുപരി മനുഷ്യ സ്നേഹമാണ് അവിടെ ഉണ്ടാകുന്നത്. മനുഷ്യ ദൈവങ്ങളല്ല, മനുഷ്യ സ്നേഹമാണ്. അത് നമ്മൾ തിരിച്ചറിയണം. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. നാളെ രാവിലെ വീണ്ടും കാണാം.